ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. എല്ലാ ഭക്തമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഭക്തമക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നന്മ ചെയ്യുന്ന മക്കളെന്ന് മാത്രമല്ല, അതിൽ സർവ്വ മക്കൾക്കും വേണ്ടിയാണ്. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ അങ്ങനെ പറയും, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലെന്താണ്? എല്ലാ ജീവജാലങ്ങളും, അതായത് ഈശ്വരൻ്റെ സൃഷ്ടിയായ എല്ലാ ജീവജാലങ്ങളും നന്മ ചെയ്യുന്ന നല്ല ഭക്തന്മാരൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട. നന്മ സജ്ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ സജ്ജനങ്ങളായത് തന്നെ എന്താണ്? അവർ നന്മ ചെയ്യുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. പക്ഷെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടെന്നേ? നമുക്ക് അറിവില്ലാത്ത അജ്ഞാനികളുണ്ട് ലോകത്ത്. നീതിമാന്മാരുമുണ്ട്, നീതി കെട്ടവരുമുണ്ട്. ദുഷ്ടജനങ്ങളുമുണ്ട്, ദുർജനങ്ങളും സജ്ജനങ്ങളുമുണ്ട്. ഇത് ലോകത്തിൻ്റെ അങ്ങനെയാണ് ഈ ലോകം. അതായത് അറിവില്ലായ്മയാണല്ലോ ദുർജനങ്ങൾ വെച്ചാൽ അറിവില്ലാത്തത്. ദുർജനം വെച്ചാൽ അത് ഒരു പാപിയായിട്ടല്ല പറയുന്നത്, അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നീതി കെട്ടവരുടെ മുന്നിൽ നമുക്ക് അവരെ തൊട്ടടുത്ത് നിന്ന് സ്നേഹിക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ അവരുടെ സ്വഭാവത്തെ നമുക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് ഒരു യഥാർത്ഥ ഒരു സജ്ജനം ചെയ്യുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തിലുള്ള എല്ലാവർക്കും സുഖം അനുഭവിക്കണം. അപ്പോൾ അവിടെ നീതിമാനും ഉൾപ്പെടും, നീതിയില്ലാത്തവരും ഉൾപ്പെടും. നീതിമാന്മാരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട, അവർ നീതിമാനാണല്ലോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരച്ഛൻ്റെ അമ്മയുടെയും 4 മക്കളുണ്ട്. ഒരു കുട്ടിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ബാക്കി 3 മക്കളും നീതിമാന്മാർക്ക് തുല്യമാണ്. അവർക്കെല്ലാം അറിയാം. അവർ ജന്മന തന്നെ അവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എന്നാൽ ഒരു കുഞ്ഞ് അറിവില്ലായ്മ കൊണ്ട് വഴിതെറ്റി പോകുന്നു. ആ കുഞ്ഞിനെ അപ്പോൾ ആ അച്ഛനും അമ്മയും എന്ത് ചെയ്യും? കൂടുതൽ ശ്രദ്ധിച്ച് ഭഗവാനെ ഈ കുഞ്ഞിനെ നന്നാക്കി എടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അതാണ് നമ്മളും ചെയ്യേണ്ടുന്നത്. നമ്മുടെ കുടുംബം ഈ ലോകമാണ്. ഈ ലോകം മൊത്തം നമ്മുടെ കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിലുള്ള ഒരു കുട്ടി വഴിതെറ്റി പോകുന്ന അതാണ് ദുർജനങ്ങളെന്ന് പറയുന്നത്. പക്ഷെ നന്മ ചെയ്യാത്തവർ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ കാരണം? നമ്മൾ ഒരു ദൈവ പൈതലാവാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നു. ഈശ്വരൻ എന്താ? പിതാവാൻ ദൈവം എന്താ ആഗ്രഹിക്കുന്നേ? ഭഗവാൻ ലോകത്തുള്ള എല്ലാവരും സജ്ജനമായി തീരണം, ഒരു നീതിമാനായി തീരണം, ഒന്നുപോലും വഴിതെറ്റി പോക്കൂടാ എന്നാണ്. അപ്പോൾ നമ്മളും അതുപോലെ വഴിവഴച്ച് പോകുന്ന ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുപ്പിക്കണമെങ്കിൽ, കൂടെ ചെന്ന് പറഞ്ഞാൽ അതിനനുസരിക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെങ്കിൽ, ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ അവർക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു അമ്മയും അച്ഛനും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് നന്നാക്കി എടുക്കുന്നത് പോലെ നമുക്കും ഭഗവാനെ, പിതാവാൻ ദൈവമേ, ഒന്നുപോലും വഴിതെറ്റി പോകരുതേ. എന്താ കർത്താവായ യേശുദമ്പുരാൻ പറഞ്ഞേക്കുന്നത്? 100 ആടുകൾ, 99 ആടുകൾ, അത് മനുഷ്യരാണ് ഈ ആടുകളെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഉദാഹരണം കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഈ 99 നീതിമാന്മാരെയും വിട്ടേച്ച് ആടെ പുറകെ പോയി ഒരു നീതികെട്ട വഴിതെറ്റിപ്പോയ ആ ആടിൻ്റെ പുറകെ പോയി തിരക്കിപ്പോയി. എന്താ കാരണം? ലോകത്തുള്ള സർവ്വതും കർത്താവിൻ്റെ സഹോദരങ്ങളാണെന്നുള്ള വേദന, ആ ഒരു വേദന കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ടെങ്കിലും കർത്താവിനെ എന്താ ഇഷ്ടപ്പെടാൻ കാരണം? മറ്റുള്ളവരുടെ ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാൻ വായിച്ചതിൽ വെച്ച് നോക്കുമ്പോൾ കർത്താവിൻ്റെ ആ അരുളപ്പാടും ആ ഭഗവാനെ, കർത്താവായ യേശുദമ്പുരാനെ ദർശിച്ചതും പ്രത്യക്ഷപ്പെട്ടതും എല്ലാം വെച്ച് നോക്കുമ്പോൾ, അതുമല്ല ഒരു പാപി കർത്താവിനെ അത് ഒറ്റ കൊടുത്തപ്പോഴും എന്താ പറഞ്ഞത്? പിതാവേ, ഇവൻ ചെയ്യുന്നത് ഇന്നതെന്നറിയാത്തതിനാൽ ഇവനോട് ക്ഷമിക്കണമെന്ന്. അറിയാമെങ്കിൽ ചെയ്യത്തില്ലല്ലോ, അത് കർത്താവിനറിയാം. നിരപരാധിയാണെന്നറിയാം, പക്ഷെ അറിവില്ല. അതും കർത്താവിൻ്റെ യേശു തമ്പുരാൻ്റെ സഹോദരനാണെന്നുള്ള വേദന കർത്താവിനുണ്ട്. എന്താ? ഇവൻ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവനോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അറിവുണ്ടെങ്കിൽ അവൻ ചെയ്യത്തില്ലെന്നറിയാം, ഈ ഒറ്റ കൊടുക്കത്തൂടെന്നറിയാം. അറിവില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ അവനോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എത്രമാത്രം ഞാൻ കരയും. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചിട്ട്, ഭാഗവതമായാലും ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ദൈവമേ, നമുക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം അനുഭവിച്ച ഒരു കർത്താവാണ്. അന്നത്തെ ആ നീതി കെട്ടവൻ അത് ഞാനായിരുന്നിരിക്കാം. അപ്പോൾ എനിക്ക് വേണ്ടിയെന്ന് പറയാം.
അപ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് ആ ത്യാഗം അവിടെ പറഞ്ഞു, പിതാവേ ഞാൻ ചെയ്യുന്നത് ഇന്നതാണ്, ഈ പാപിയായ ഞാൻ, അതാ അവൻ എന്ന് പറഞ്ഞ ആ പാപി ഞാനാവാം, അല്ലെങ്കിൽ എൻ്റെ സഹോദരനാവാം, ചിലപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ആകാം, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിക്കോട്ടെ, എനിക്ക് വേണ്ടിയാണത് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കാൽ ഇവനോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്. കർത്താവിനെ ക്രൂശിക്കാൻ ഒറ്റ കൊടുത്തിട്ട് പോലും കർത്താവ് അങ്ങനെയാണ് പറയുന്നത്. ആ ദൈവപുത്രനെ നമ്മൾ എത്രമാത്രം ആരാധിക്കണം, സ്നേഹിക്കണം. നമ്മുടെ അമ്മയും അച്ഛനും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്, ദൈവ പൈതൽ, ദൈവപുത്രൻ. നമ്മളെയും ഈശ്വരൻ അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളും അങ്ങനെ ഒരു സഹോദരന് വേണ്ടി. കാരണം സജ്ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നീതിമാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നീതിമാന്മാരെ വിട്ടേച്ചാണ് ആ നീതി കെട്ടവൻ്റെ കൂടെ വഴിതെറ്റിപ്പോയവനെ അന്വേഷിച്ച് പോയത്. അപ്പോൾ നമ്മൾ ആ പാഠം പഠിക്കണമെന്ന്. നിങ്ങൾ ശത്രുവിനെ സ്നേഹിപ്പിൻ. എന്താ സ്നേഹിപ്പിൻ എന്ന് പറയുന്നത്? നിങ്ങൾ ശത്രുവിനെ സ്നേഹിപ്പിൻ. അതായത് ഈശ്വരനും പിതാവും അങ്ങനെ തന്നെ ചെയ്യുന്നു. നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു, വായു കൊടുക്കുന്നു. എല്ലാം ഒരു പക്ഷാഭേദം കൂടാതെ പിതാവായ ദൈവം ദുർജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും ഒരുപോലെ ചെയ്യുന്നു. ഒരു പക്ഷാഭേദവും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവും അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ദൈവ പൈതലാകണമെങ്കിൽ അങ്ങനെ തന്നെ നമ്മളും ചെയ്യണം. നമ്മുടെ പ്രവൃത്തി കണ്ടാണ് ഈശ്വരൻ നമ്മളെ ദൈവ പൈതലാക്കുന്നത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് കർത്താവ് പറഞ്ഞേക്ക്, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മുമ്പേ പോകുന്നു, അവിടെ നിങ്ങൾ അവിടേക്ക് വരുമ്പോൾ ഞങ്ങൾ സ്ഥലം ഒരുക്കുവാൻ നമ്മൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് അവിടെ എത്തപ്പെടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ നീതിമാനാവണമെങ്കിൽ എങ്ങനെ നീതിമാനാവണം? ഒരു ദൈവ പൈതലാവണമെങ്കിൽ എന്താണ്? ദൈവം എന്താണ് ചെയ്തത്? ദൈവം സൽഗുണപൂർണനാണ്. ഈശ്വരൻ സൽഗുണപൂർണ്ണൻ വെച്ചാൽ എന്താ? എല്ലാം കൊണ്ടും പൂർണ്ണനായതാണ് ഈശ്വരൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മളെ വിളിക്കണമെങ്കിൽ നമ്മളും ഒരു സൽഗുണപൂർണ്ണനാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യൻ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുന്നു. ഒരു പക്ഷാഭേദവും കൂടാതെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ എന്തായിരിക്കും? നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ വലിയ കുറ്റങ്ങളും ചെയ്യാത്ത നമുക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ എന്നാൽ ചിന്തിക്കാം. പക്ഷേ അങ്ങനല്ല. ഒരു ഒന്നും അറിയാത്ത ഒരു നീതി കെട്ട ഒരു സജ്ജനത്തിനെ അല്ല ഒരു ദുർജനത്തിനെ നന്നാവണേ, അവന് നമ്മെപ്പോലെ ആകണേ. നമ്മൾ അല്പമെങ്കിലും നന്മ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എല്ലാവരും നന്മയുള്ളവരാകണമേ. ഒന്നുപോലും തെറ്റിപ്പോകരുതേ, ഒന്നുപോലും ഒരു പാപിയായിട്ട് പോകരുതേ, ഒരു മനുഷ്യനും നീതി കെട്ട് പോകരുതേ. എല്ലാം ഈശ്വരൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള പ്രവൃത്തിയായി അവർ നന്നാക്കി എടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്ന കർത്താവ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമുക്ക് ഉപദ്രവിക്കുന്ന അടുക്ക പോയി ചെന്ന് അവരെ സ്നേഹിക്കാൻ പറ്റില്ല, കാരണം അവരുടെ സ്വഭാവം നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ പതുക്കെ പ്രാർത്ഥനയിൽ കൂടി അവരെ നന്നാക്കി എടുക്കാം. പോകെ നമുക്ക് നന്നാക്കി എടുക്കാം. ഈ ജന്മം നന്നായാലും അടുത്തൊരു ജന്മമെങ്കിലും നന്നായി വരും. അതുകൊണ്ട് നമുക്ക് ഒഴിഞ്ഞ് നിന്നേ പറ്റൂ. അവരുടെ കൂടെ ചെന്ന് കയറിയാൽ നമുക്ക് അത് ഈ വന്ന കാലം അങ്ങനെ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ കാലം ഒരുപാട് മുമ്പാണ്. ഇപ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ പോയെന്ന് സ്നേഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? അവർക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഈശ്വരനൊന്നും അതിൽ വരുന്നില്ല. ഈശ്വരൻ നോക്കുന്നത് നമ്മൾ നീതിമാനാണോ? എങ്ങനെ നീതിമാനാണ്? ഒരു നശിച്ചു പോകുന്നവർക്ക് കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശ്വരൻ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താ? നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ സ്നേഹിച്ചാൽ അതിലെന്താ ഉള്ളത്? നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നു. അതിലൊന്നും അധികപ്പറ്റായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെ സ്നേഹിക്കാത്തവർക്കും നമ്മളെ ഉപദ്രവിക്കുന്നവർക്കും വേണ്ടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പോഴാണ് അവർ നന്നാവാനാണ് പ്രാർത്ഥിക്കുന്നത്, അല്ല അവർ മരിച്ചു പോകാനല്ല. അവർ നന്നാവണേ, അവർക്ക് നന്മ കൊടുക്കണമേ, അവർ നല്ലൊരു മനസ്സിന് ഉടമയാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളൊരു ദൈവ പൈതലാകുന്നത്. അതുകൊണ്ട് ഈശ്വരൻ പിതാവായ ദൈവം സൽഗുണപൂർണ്ണനാകുന്നത് പോലെ നമ്മളും ഒരു ദൈവ പൈതലാവണം. എങ്ങനെയാണ്? സൽഗുണം നമ്മളിലും വേണം. എങ്ങനെയാണ് ഗുണം വരുന്നത്? നമ്മൾ കുറേ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഗുണം കൊടുക്കുന്നു, കുറേ ജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു, അല്ലേ അത് ഇതൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു പാവി പോലും നശിച്ചു പോകാതിരിക്കാൻ, വഴിതെറ്റി പോകാതിരിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മുടെ ശത്രുക്കളെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നീതികെട്ടവരെ, അന്യായം പ്രവർത്തിക്കുന്നവരെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പിൻ.
അതാണ് ഇവിടെ ഒരു ദൈവപൈതലാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ ഭഗവാൻ കൃഷ്ണൻ എന്താ പറഞ്ഞേക്കുന്നത് ബൈബിളിൽ കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ഭഗവത്ഗീത ഉടനീളവും ഇതാ. പക്ഷേ അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. മനസ്സിലായാലും ആരും ശത്രുക്കൾക്ക് വേണ്ടി ഒന്നും അവർക്ക് ഒത്തുകൂടെ ശത്രുത ഉണ്ടാവാൻ വേണ്ടി മനസ്സുകൊണ്ടിരുത്തും. പക്ഷേ ഇവിടെ പറയുന്നത് ലഭന്തേ ബ്രഹ്മ നിർവാണ ഹൃഷയ ക്ഷീണകൽമഷ, പാപം ക്ഷയിക്കുക, ചിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേ രഥ, സർവഭൂതഹിതേ എല്ലാ ജീവജാലർക്കും ഹിതം രഥ, അതിൽ നിർവൃതി അടയുക. അപ്പോൾ പാപം ക്ഷയിച്ചിരിക്കുന്നവരും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞേക്കുന്നതാണ് ഭഗവത്ഗീതയിൽ, പാപം ക്ഷയിച്ചിരിക്കുന്നവരും സംശയം എല്ലാം തീർന്നിരിക്കുന്നവരും. എങ്ങനെ സംശയം തീർന്നിരിക്കുന്നത്? നമ്മൾ യഥാർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിന്നെ സംശയം ഉണ്ടാകത്തില്ല. യഥാർത്ഥം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നേടിയത്, നമുക്ക് ഇനി വല്ലതും കിട്ടാനുണ്ടോ, എല്ലാം നമുക്ക് കിട്ടിയോ, ഇനി എന്തെങ്കിലും കൂടെ വരാനുണ്ടോ, ഇതിൻ്റെ എല്ലാം തീരുമ്പോൾ എല്ലാം കിട്ടിയെന്നുള്ളത് ഒരു ഉറപ്പ് വരുമ്പോൾ നമ്മൾ സംശയം തീരും. ഒന്നും ചോദ്യമില്ല. എന്താ ഏതാ നമുക്ക് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം സംശയം നമുക്ക് തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് പാപം ക്ഷയിക്കും. അപ്പോൾ ഒരു പാപം ക്ഷയിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈ മനസ്സിലാക്കണം. പാപം എന്താണ്, അത് അന്യായം എന്താണ്, നീതി എന്താണ്, ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ പാപം ക്ഷയിച്ചവരും. അപ്പോൾ നമ്മുടെ പാപം, നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളവരെ, കാരണം സർവ്വജീവികൾക്ക് നന്മ ചെയ്യുക. സർവ്വജീവികൾക്കെന്ന് പറഞ്ഞാൽ എന്താ? അത് ദുഷ്കർമ്മികൾക്കും ശത്രുക്കളും എല്ലാം ഈ സർവ്വജീവികളും ഉൾപ്പെടും. അത് വിവരിച്ചത് പറയണോ? ഇത് ഇത്രയും പറഞ്ഞാൽ പോരെ? ഭഗവത്ഗീതയിൽ പാപം ക്ഷയിച്ചിരിക്കുന്നവരും സംശയം എല്ലാം തീർന്നവരായിരിക്കും അവർ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ സംശയവും തീർന്ന് അവിടെ ഒരു കുറ്റവും, അപ്പോൾ നമ്മൾ സൽഗുണപൂർണ്ണനാകും, എല്ലാം തികയും, പിന്നെ അവിടെ സംശയമില്ല. അപ്പോൾ പാപം നമുക്ക് ക്ഷയിച്ചവരായിരിക്കണം, സംശയമെല്ലാം തീർന്നിരിക്കണം, ചിത്തത്തെ സ്വാധീനപ്പെടുത്തിയിട്ടുള്ളവരും. നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മളെ വരുതിക്ക് നിർത്തണം, എടുത്തിയാടി പോകാതെ നമ്മൾ അത് നിഗ്രഹിക്കുക. എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം നമ്മുടെ കൈപ്പിടിയിലാക്കുക. അതാണ് ചിത്തത്തെ, മനസ്സിനെ സ്വാധീനപ്പെടുത്തിയിട്ടുള്ളവരും സർവ്വജീവികൾക്ക് നന്മ ചെയ്യുവാൻ താല്പര്യമുള്ളവരും കൃപയോടുകൂടിയവർ. എങ്ങനെ കൃപയുണ്ടാകുന്നേ? കൃപ കൊടുക്കുന്നത് ആർക്കാണ്? സജ്ജനങ്ങൾക്ക് കൃപ വാങ്ങിക്കാൻ അറിയാം. പക്ഷേ നമ്മൾ കൃപയോട് പ്രാർത്ഥിച്ച് ഒരു ദുർജനത്തെ, അത് സർവ്വജീവികൾക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്, സർവ്വജീവികൾക്ക് നന്മ ചെയ്യുവാൻ. അതിൽ ദുർജനങ്ങളൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല കൊടുക്കരുതെന്ന്. സർവ്വജീവികളെന്ന് വെച്ചാൽ ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കൃപയോടും നന്മയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സന്താനങ്ങളും ദുർജനങ്ങളും ഒരു അമ്മയുടെ അച്ഛൻ്റെ മക്കളാണ്. നമുക്ക് 4 മക്കളുണ്ടെങ്കിൽ ഒരു സന്താനം ദുർജനം ആയിപ്പോയി നമ്മൾ അവരെ തള്ളിക്കളയൂ? അതോ അവർക്ക് പ്രത്യേക കൃപ കൊടുത്ത് നന്മയും ചെയ്ത് അവരെ നന്നാക്കി എടുക്കുമോ? ഏതാ ചെയ്യുക? നന്മയാക്കി എടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു പൂർണ്ണമായ ഒരു ദൈവബദലാകുന്നത്. അപ്പോൾ അവർക്ക് സർവ്വജീവികൾക്ക് അവിടെ എടുത്തെടുത്ത ദുർജനമൊന്നും സജനൊന്നും പറയണ്ട. സർവ്വജീവികൾ എന്ന് പറയുമ്പോൾ അതിലെല്ലാം അകപ്പെടും. അപ്പോൾ അവർക്ക് നന്മ ചെയ്യുവാനും താല്പര്യം വേണം. ഒരു ദുർജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യം വേണം. അവരിൽ കൃപ ചൊരിയണം, എന്നാലേ അവർ നന്നാവൂ. അങ്ങനെ ഉള്ള കൃപയോടുകൂടി ആയ സമദർശികൾ, സമദർശിച്ചാൽ സജ്ജനങ്ങളെ മാത്രമല്ല ദർശിക്കുന്നത്, സർവത്തിനെയും ദർശിക്കാൻ ഒരേ കണ്ണോടുകൂടി കാണണം. നമ്മുടെ കണ്ണ് ദുർജനമെന്നോ സജ്ജനമെന്നോ രണ്ടില്ല, ഏകമേ ഉള്ളൂ. രണ്ടിലും ഒരേ ദൃഷ്ടിയോട് കാണണം. സജ്ജനമെന്ന് പ്രത്യേകിച്ചെടുത്ത് അവരെ സ്നേഹിക്കേണ്ട, ദുർജനാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട. ദുർജനത്തിനെയും സജ്ജനത്തിനെയും ഒരേ കണ്ണോടുകൂടി കാണണം, ഒരേ മനസ്സോടുകൂടി കാണണം. സമദർശനവും സമചിത്തതയും. അങ്ങനെ താല്പര്യമുള്ള കൃപയോടുകൂടിയവരും ആയ സമദർശികൾ മോക്ഷത്തെ പ്രാപിക്കുന്നു. എവിടെ ചെല്ലും? മൂലത്തിൽ. നമ്മുടെ മൂലം എവിടെ? പിതാവാൻ ദൈവത്തിൽ. ആ സർവേശ്വരനിൽ നമ്മൾ മോക്ഷം പ്രാപിക്കുന്ന കൈവല്യം എന്ന് പറഞ്ഞാൽ അതെന്താ? അവിടെ ചെല്ലണം. അപ്പോൾ സൽഗുണപൂർണ്ണനാകണമെന്നാണ് ബൈബിളും കിടക്കുന്നത്. ഒരു ഈശ്വരൻ പിതാവായ ദൈവം സൽഗുണപൂർണ്ണനാകയാൽ നിങ്ങളും അങ്ങനെ ആയിരിപ്പിൻ, ഒരു സൽഗുണപൂർണ്ണനാകുവിൻ. ഇങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമ്മളും അങ്ങനെ ആകുന്നത്. നമുക്ക് കൈവല്യം വേണമെങ്കിൽ ഇതെല്ലാം വേണം. വെറുതെ കുറേ നന്മ മാത്രം എന്താ? കുറേ വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്ത് കുറേ നന്മകളൊക്കെ ചെയ്ത് അതിലെല്ലാം ഒന്നും അടങ്ങിയിട്ടില്ല. നമ്മൾ മറ്റുള്ള പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എന്ത് പറയുന്നു? ദുഷ്ടനായ ഒരു പാപിയെ ക്രൂശിലൊക്കെ നിന്നപ്പോൾ പിതാവായ ദൈവമേ, ഇവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അവൻ അറിഞ്ഞില്ല. അതുകൊണ്ട് അവൻ ചെയ്ത് എന്താണെന്ന് അവൻ അറിഞ്ഞില്ല, അതുകൊണ്ട് അവനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒടുവിൽ പോലും അവസാന ശ്വാസത്തിലും പിതാവായ ദൈവത്തോട് പറഞ്ഞ് എന്താ പുത്രനായ ദൈവപുത്രൻ
അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശുവിനെ എത്രമാത്രം എനിക്ക് സ്നേഹിച്ചാലും മുഴുക്കത്തില്ല. ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവാണെങ്കിൽ അതേ ലക്ഷ്യം തന്നെയാണ് ആ കർത്താവായ യേശു തമ്പുരാൻ. നമ്മൾ മനുഷ്യരോടുള്ള പക കൊണ്ടോ ഒന്നും അവതാര പുരുഷന്മാരെ ഒന്നും തള്ളിപ്പറയരുത്, ഒരു മനുഷ്യൻ തള്ളിപ്പറയരുത്. എല്ലാം നമ്മുടെ സഹോദരങ്ങളാന്ന് കാണണം. എനിക്കിതാണ് പറയാനുള്ളത്. എല്ലാ മക്കളും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളുന്നത് പറയുന്നത് എങ്ങനെയാ? നന്മ മാത്രം ചെയ്യുന്നവരല്ല നമുക്ക് ലോകാ സമസ്ത സർവ്വജീവികളെയും. നമ്മൾ ക്രൂരത കാണിക്കുന്ന മൃഗങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അത് പാപം ചെയ്യുന്ന ഒരു ദുഷ്ടമൃഗം. എല്ലാം അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. അത് ദുഷ്ടനായിട്ട് ജനിച്ചത് ഭൂമിയിൽ വീണ് അതങ്ങനെ ആയിപ്പോകുന്ന അത് ദുർജനമാകുന്ന അവർ നന്നാക്കി എടുക്കാൻ ഈ ജന്മത്തില്ലെങ്കിൽ ഭഗവാനെ അടുത്ത ജന്മമെങ്കിലും ഇവന് മോക്ഷം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സജ്ജനമായി തീരണമേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് ഇത്രയും പറയുന്ന എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിലെ എല്ലാ ഭക്തമക്കൾക്കും ഈശ്വരൻ എല്ലാ കൃപയും തന്ന് ഇതുപോലെ എല്ലാവരും മനസ്സിലാക്കണം. ഇതിൽ കൂടുതൽ എനിക്ക് ഇത്രയേ അറിയുള്ളൂ. ഇതിൽ കൂടുതലും അറിവുള്ളവർ അത് മനസ്സിലാക്കണം. ഇതിൽ കൂടുതൽ എനിക്കും മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത എല്ലാവരും, അതായത് സമദൃഷ്ടി, ഒന്നിനെ മാറ്റി നിർത്തണ്ട. സജ്ജനവും ദുർജനവും എല്ലാം പിതാവിൻ്റെ മക്കളായ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നന്മ അനുഭവിക്കണം. എല്ലാവരിലും കൃപയോടുകൂടി എല്ലാവരും നന്നാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതുപോലെ നമ്മൾ പ്രവൃത്തിയിലും കൊണ്ടുവരിക.